വാഹനങ്ങൾ വഴി കിട്ടുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണോ? ആദ്യമായി ബഹുമാനപ്പെട്ട ജനപ്രതിനിധി ശ്രീ അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് അദ്ദേഹമാണ് കേരളത്തിലെ പൊതുജനങ്ങളോട് നട്ടാൽ മുളക്കാത്ത കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്കിലേക്ക് വീണ്ടും ചോദിച്ച കണക്കിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു എറണാകുളം തൃശ്ശൂർ 35 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ശുദ്ധമണയാണ്. ഒരിക്കലും നമുക്ക് 35 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ എത്താൻ പറ്റില്ല. ഇപ്പോഴും 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്യണം. നമ്മൾ ടോൾ കൊടുക്കുന്ന റോഡിലാണെങ്കിലും പല സ്ഥലത്തും ഇപ്പോഴും സിഗ്നലിൽ നമ്മൾ കാത്തു കിടക്കാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു 36 ലിറ്റർ ലാഭം KSRTCക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ആ റോഡ് വന്നതിന്റെ പേരിൽ. എന്ത് ബോഷ്കാണ് അദ്ദേഹം പറയുന്നത്? ഒരു ചാനലിൽ വന്നിരുന്ന ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ വിഡ്ഢിത്തം പറയാൻ പാടുണ്ടോ? 36 ലിറ്ററിന് 150 അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടാൻ പറ്റും. ഈ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗം വെറും 60 കിലോമീറ്റർ ആണ്. 60 കിലോമീറ്ററിൽ 36 ലിറ്റർ ലാഭം ഡീസൽ കിട്ടണമെങ്കിൽ എന്താണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ എന്താണ് ഇങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മുമ്പ് അദ്ദേഹം ഒരിക്കൽ ഒരു ബിസിനസ് പത്രത്തിന് തൃശ്ശൂരിൽ നിന്ന് കൊടുത്ത ഒരു പത്രത്തിന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, പാലയേക്കരയിൽ ടോൾ ബൂത്തിൽ ആ പാവപ്പെട്ട മുതലാളിക്ക് ഒരു ദിവസം 23,000 രൂപ മാത്രമേ പിരിവ് കിട്ടണുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ്. അതേ കമ്പനി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് ഒരു ദിവസം അവിടെ നിന്ന് 20 ലക്ഷം രൂപ പിരിവുണ്ടെന്ന്. ഇത് അദ്ദേഹം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അവിടെ സുന്ദരമായിട്ടുള്ള റോഡാണ്, അപകടങ്ങൾ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അങ്കമാലി മണ്ണുത്തി പാതയിൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അപകടങ്ങൾ പെരുകിയിരിക്കുന്നു എന്നുള്ള കണക്ക് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കോടതിയിൽ ദേശീയപാത അതോറിറ്റിക്കാരി അത് ശരിവെച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ വണ്ടി ഇടിച്ചതിന് 3 പേര് ഈ അടുത്ത കാലത്ത് അവിടെ മരിച്ചിട്ടുണ്ട്. ഈ ഒരു മറുപടിയാണ് എനിക്ക് ഇത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത്. മറ്റൊരു ആശുപത്രി മറുപടി നൽകാം. പറയുന്നത് KSRTC ബസ് ഒരു ദിവസം 2 ട്രിപ്പ് അതേ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 5-10 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എടപ്പള്ളി മണ്ണൂത്തി റോഡിനെ കുറിച്ചാണ് പറയുന്നത്. അത് 35 മിനിറ്റാണ് വേണ്ടത്. പിന്നെ തമിഴ്നാട്ടിൽ ശരാശരി മനുഷ്യന്റെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഓടുമ്പോൾ ഈ മലയാളി ഓടുന്നത് ശരാശരി 35 കിലോമീറ്റർ വേഗതയിൽ ആമയുടെ വേഗതയിലാണ് നമ്മൾ ഓടുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ KSRTC ബസ്സിൻ്റെതും പച്ചക്കള്ള. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം KSRTC ഇപ്പോ തൃശ്ശൂരിൽ ചെന്ന് ചോദിക്കും ഒരു ദിവസം KSRTC എത്ര തവണ ട്രിപ്പ് അടിക്കും, അവർക്ക് 10-36 ലിറ്റർ ലാഭം കിട്ടുന്നോ? എടപ്പള്ളി മണ്ണൂത്തി റോഡിൽ യാത്ര ചെയ്തിട്ടുള്ള ഏത് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നല്ല റോഡ് ഉണ്ടാക്കണം. ഇവര് പറയുന്നു ഇപ്പോൾ കമ്പനിയൊക്കെ താഴ്ത്തപ്പേരിലാണ്. ഞാൻ ഇതൊക്കെയോട് അന്വേഷിച്ചപ്പോൾ കമ്പനി നിയമം അനുസരിച്ച് ജോയിന്റ് വെഞ്ചർ അനുസരിച്ച് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് പണി പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി നിരവധി കമ്പനികളെ ഓരോ വർക്കും ഏൽപ്പിക്കാനും ടോൾ വിധിക്കാനും വേണ്ടിയുള്ള സൗകര്യത്തിന് നിയമാനുസൃതമാണ് ഇവിടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആക്ട് നിയമം അനുസരിച്ച് വിവിധ പേരുകളിൽ വിവിധ കമ്പനികൾ അതിലൊന്നും ഒരു അഴിമതിയില്ല. ഈ രണ്ട് കമ്പനികൾക്ക് മാത്രമേ ഈ പ്രോജക്റ്റിൽ അങ്ങനെ പങ്കെടുക്കാനാവും. 2 കരാറിൽ മാത്രമേ ഒരു കമ്പനിക്ക് ഇതിനെ പങ്കെടുക്കാൻ പറ്റുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ചട്ടമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ 4 കരാറിലും പങ്കെടുത്തിരിക്കുന്നത് പല പേരിലുള്ള ഒരു കമ്പനിയാണ്. അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി വിവിധ പ്രോജക്റ്റുകളിൽ വിവിധ പേരുകളിലും വിവിധ കമ്പനികളായിട്ടും പങ്കെടുക്കുന്നില്ലേ? അത് റിലയൻസ് എത്ര മേഖലയിൽ കമ്പനികളായിട്ട് പ്രത്യേകം ഒരു കമ്പനിക്ക് 2 കരാറിലെ പങ്കെടുക്കാൻ പറ്റുമെന്നൊരു ചട്ടം ഇരിക്കെ പല പേരിൽ കമ്പനി ഉണ്ടാക്കി 4-5 കരാർ എടുക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും ഇന്ത്യയില് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയിൽ ആകെ ഉണ്ടായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ ജോയിന്റ് വെഞ്ചർ കമ്പനികൾ വിവിധ കമ്പനികൾ എന്ന പേരിൽ ടോൾ പിരിക്കുന്നു. 20 കൊല്ലത്തേക്കുള്ള താൽക്കാലികമായിട്ടുള്ള കമ്പനികളാണ്. ഓരോ സ്ട്രക്ചർ ഓരോ പ്രൊജക്റ്റിനും പ്രത്യേകം കമ്പനിയാണ്. ആ കമ്പനി നിയമമനുസരിച്ച് നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ ശിക്ഷിക്കണം. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സങ്കടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുരുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ഇത്തരം ആളുകളെ ചർച്ചയ്ക്കിരുത്തി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു വർഷം കേരളത്തിൽ റോഡപകടങ്ങളിൽ 4,500 ആളുകൾ മരിക്കുകയാണ്. 50,000 ആളുകൾക്ക് പരിക്കേൽക്കുകയാണ്. ജഗദീഷ് ശ്രീകുമാറിനെ പോലെ 10,000-കണക്കിന് ആളുകൾ ഇതൊക്കെ സമ്മതിക്കുന്നു. നമുക്ക് നല്ല റോഡ് വേണം, അത് നല്ല രീതിയിൽ ഉണ്ടാക്കണം. പക്ഷേ അതിന്റെ പേരിൽ കൊള്ളയടിക്കപ്പെടുന്നുണ്ടോ ജനങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ച ഈ മണ്ണുത്തി
ഇടപ്പള്ളി പാതയിലെ ടോളിന്റെ നിരക്ക് ശ്രീ അബ്ദുള്ളക്കുട്ടിക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. വലിയ വാഹനങ്ങൾക്ക് 465 രൂപ, കുറച്ചുകൂടി ചെറിയ വാഹനങ്ങൾക്ക് 145 രൂപ, ബസ്സിന് 295 രൂപ, കാറിന് 50 രൂപ. ഇങ്ങനെ ഈ ഉടമ തന്നെ, ഈ കരാറെടുത്ത ആളുകൾ തന്നെ കോടതിയിൽ കൊടുത്ത കണക്കനുസരിച്ച് 60 കിലോമീറ്റർ ദൂരത്തിൽ ദിവസം കിട്ടുന്നത് 20 ലക്ഷം രൂപയാണ്. ഈ രീതിയിൽ വലിയ തുക പിരിച്ചെടുത്ത് ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചെലവിന് അനുസൃതമായ തുകയാണോ പിരിച്ചെടുക്കുന്നത്, അതോ വലിയ തോതിൽ ജനങ്ങളെ പിരിഞ്ഞ് കൂടുതൽ തുക ഇവർ കൊണ്ടുപോകുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അല്ല വിനു, യഥാർത്ഥത്തിൽ വാഹന ഉടമകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരും സമ്പന്നരുമാണ്. അല്ലാതെ സാധാരണക്കാർക്ക് എന്റെ പഞ്ചായത്തിലെ ആകെ 10,000 വീടുകളുണ്ട്. ആകെ 250 ആളുകൾക്ക് മാത്രമേ വാഹനങ്ങൾ, കാറുള്ളൂ. ആകെ വാഹനങ്ങൾ 1200 ആളുകൾക്കാണ്. മഹാഭൂരിപക്ഷം ടൂ വീലറുകളാണ്. ഞാൻ പറയുന്നത് ഇത് സാധാരണക്കാരന്റെ പ്രശ്നമല്ല. വാഹന ഉടമകൾ, ഇടത്തരക്കാർ, അവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബസ്സിന് 1 കിലോമീറ്റർ ഓടാൻ ഈ പാതയെല്ലാം നിലവിൽ വന്നു കഴിഞ്ഞാൽ 3 രൂപ 10 പൈസ വേണ്ടി വരും 1 കിലോമീറ്റർ ഈ ടോൾ നിരക്ക്. ഈ ബസ്സിന് 3 രൂപ 10 പൈസ ടോൾ കൊടുക്കണമെങ്കിൽ സാധാരണക്കാരിൽ നിന്നല്ലാതെ പണക്കാരിൽ നിന്നാണ് അവർ വാങ്ങുന്നത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയത് ബസ്സുകൾക്കും സാധാരണക്കാർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് പല വിധത്തിലുള്ള സബ്സിഡികളും സൗകര്യങ്ങളും കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാൽ നമുക്ക് മാർഗമില്ല. നമ്മുടെ രാജ്യത്ത് 72,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ 4 യാത്രണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ വിലക്കയറ്റവും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഈ രാജ്യത്തിന് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ സ്വകാര്യ മേഖലയെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ശിവേന്ദ്രനാരായണൻ ചേരുന്നുണ്ടോ? ശിവേന്ദ്രനാരായണൻ ശബ്ദപ്പെട്ടവരുടെ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കില്ല. അദ്ദേഹം ഒരു ബഹുമാനപ്പെട്ട ജനപ്രതിനിധിയാവുമ്പോൾ കാര്യങ്ങൾ വിശദമായി പഠിക്കണം, അല്ലാതെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ റോഡുകൾ പണിയുന്ന BOT പാതകൾക്ക് നെഗറ്റീവ് ഗ്രാന്റും പോസിറ്റീവ് ഗ്രാന്റും ഉണ്ട്. പക്ഷെ മോഹൻ പറഞ്ഞാണ് ശരി, അവിടെ ചെയ്യുന്നത് പോസിറ്റീവ് ഗ്രാന്റാണ്. പോസിറ്റീവ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ റോഡ് പണിയുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി പോസിറ്റീവ് ഗ്രാന്റ് കൊടുക്കും. അതേസമയം KL1 ഇത് പല പാക്കേജ് ആയിട്ടാണ്. KL1 ആണ് ഇടപ്പള്ളി മണ്ണുത്തി പാത, KL2 ആണ് നമ്മുടെ കണ്ണൂർ വരെയുള്ള പാത, KL3 ആണ് മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള പാത. KL2-ന് KL3-നും പോസിറ്റീവ് ഗ്രാന്റാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൈസ കൊടുക്കും. KL1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രാന്റാണ്. അതിന് ഏകദേശം 30% തുക ഈ BOT കമ്പനി NHAIക്ക് കൊടുക്കണം അടുത്ത 17 കൊല്ലം കൊണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലേക്ക് അവര് വെച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് പെർ ഡേ 20 ലക്ഷം രൂപ പിരിച്ചു കിട്ടുന്നുണ്ടെന്നാണ്. ശരിയല്ല, ഇപ്പോ അത് 35 ലക്ഷം രൂപ പെർ ഡേ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ വിവരം താങ്കൾക്ക് മനസ്സിലാക്കാണോ? ഇതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം നിലവാരം. ഇവർ 17 കൊല്ലത്തേക്കാണ് റോഡ് നിർമ്മിക്കുന്നത്. ഈ 17 കൊല്ലം നിലനിൽക്കുന്ന രീതിയിൽ മാത്രമാണ് റോഡ് പണിയുന്നത്. ഈ 17 കൊല്ലം കഴിഞ്ഞാൽ ഭയങ്കരമായ മേജർ മെയിൻ്റനൻസ് വരത്തക്ക രീതിയിൽ ഗവൺമെന്റിനെ, സർക്കാരിനെ തിരിച്ചെത്തിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇതിനെ വ്യക്തമായി ജനപ്രതിനിധികൾ പോലും പഠിക്കാതെ പാസ്സാക്കിയിട്ടുള്ള ഒരു BOT പദ്ധതിയാണ്. കേരളത്തിന് ഏറ്റവും വലിയ ചതിക്കുഴിയിലേക്ക് നയിച്ച ഒരു പ്രവൃത്തിയാണ് ഈ BOT പദ്ധതികൾ. ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഉണ്ട്, പലതരം വ്യവസായങ്ങൾ സർക്കാരിൻ്റെതായിട്ടുണ്ട്. അത്തരം സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്താവുന്നതാണ് ഇത്തരം വർക്കുകൾ. കാര്യം ഈ BOT കമ്പനി തന്നെ ബാങ്ക് ഓഫ് പഞ്ചാബ് ബാങ്ക് എന്ന് 300 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. ഇപ്പൊ അവരെ സംബന്ധിച്ച് 10 പൈസ മുതൽ മുടക്കില്ലാതെ പ്രതിദിനം 35 ലക്ഷം രൂപ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തുക തന്നെ വളരെ കൂടുതലാണ്. ഈ ദിവസം പിരിക്കുന്ന തുക വളരെ കൂടുതലാണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഇരട്ടി തുകയാണ് പെർ ഡേ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ നിർമ്മാണം ഇതുവരെ 100% പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് ടോൾ പിരിക്കുന്നത്. ഞാൻ പറയുന്നത് എടപ്പള്ളി മണ്ണുത്തി പാതയെ പറ്റിയാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഇടപെട്ടിട്ട് 5 ലിസ്റ്റ് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അത് തീർക്കാതെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശക്തനായ ഒരു മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചിട്ടാണ് ഈ BOT കമ്പനി ടോൾ പിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിന് ശേഷം അവർക്ക് ടോൾ പിരിക്കാനുള്ള അധികാരമില്ല. ഇപ്പൊ അവർ ചെയ്യുന്നത് പോലീസിനെ അവിടെ കണ്ടമാനമായിട്ട് കൂട്ടി ഒരു പോലീസിന്റെ ഫോഴ്സ്, ഗുണ്ടകളുടെ ഫോഴ്സ് ഇത് കൂടി ചേർന്നിട്ട് അവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കടുത്ത അന്യായമാണ്. കേരളത്തിലെ ദേശീയപാത വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. ഇത് ഓൾറെഡി സർക്കാർ ഏറ്റെടുക്കണം.
അല്ലെങ്കിൽ നമുക്ക് ദേശീയപാത എന്നൊന്നും ഉണ്ടാകില്ല. അതായത് ഇപ്പോൾ ശ്രീ അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ച ഇടപ്പള്ളി മണ്ണുത്തി പാതയുടെ കാര്യത്തിൽ നെഗറ്റീവ് ഗ്രാന്റാണ്. കമ്പനി അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരും ദേശീയപാത അതോറിറ്റിക്ക് 17 വർഷം കൊണ്ട്. ഇനി വരാൻ പോകുന്ന പ്രോജക്ടുകൾ, കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഈ BOT കരാറുകളിൽ സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നതാണ്. സർക്കാർ NHAIയാണ് ഇതിന്റെ ഗ്രാന്റ് കൊടുക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ അഡ്വാൻസായിട്ടല്ല കൊടുക്കുന്നത്. ഇത് പല ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. അതിനെപ്പറ്റി വിശദമായി പഠിക്കാതെ വർത്തമാനം പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, മോഹൻ പറഞ്ഞു തന്നെ 40% കിട്ടുന്നുള്ളത് ഓരോ ഇപ്പൊ തന്നെ നമ്മുടെ കുതിരാൻ കയറ്റം അവിടെ ടണൽ പണിയണം. ആ ടണൽ പണിയിൽ വളരെയേറെ തുക വേണ്ടി വരും. അത് അങ്ങനെയാണ് പല ഘട്ടങ്ങളായിട്ട് അഡ്വാൻസ് ആയിട്ട്, അതായത് പോസിറ്റീവ് ഗ്രാന്റ്. ഈ പോസിറ്റീവ് ഗ്രാന്റും നെഗറ്റീവ് ഗ്രാന്റും നാം മനസ്സിലാക്കണം. അത് എത്ര കൊല്ലത്തേക്കാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ ഓരോ കൊല്ലവും ഈ 12% കൊണ്ട് വർധനമുള്ള സംസ്ഥാനമാണ്. അപ്പോ ഇത് ഈ മുടക്കിയ തുകയെല്ലാം തന്നെ അടുത്ത 10 കൊല്ലം കൊണ്ട് ഇവർക്ക് വസൂലാകും. ഇപ്പൊ തന്നെ ഇവർ ചെയ്തേക്കുന്നത് മുഴുവൻ ദേശീയപാത നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. ഇപ്പൊ ഡ്രെയിനേജ് ഇല്ല. അദ്ദേഹം പറഞ്ഞു അപകടങ്ങളില്ലെന്ന്. അപകടങ്ങളുടെ കൂമ്പാരമാണ് എടപ്പള്ളി തൊട്ട് മണ്ണുത്തി വരെയുള്ള പാതയിൽ. ദിവസവും ഒരാൾ വെച്ചെങ്കിലും മരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഈ സ്ട്രീറ്റ് ലൈറ്റ് നിർബന്ധമായിട്ടും വേണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരോട് ആവശ്യപ്പെട്ടതാണ്. ഒരൊറ്റ ലൈറ്റ് പോലും അവിടെ കത്തുന്നില്ല, ഘടിപ്പിച്ചിട്ടില്ല. പ്രതിമാസം 35 ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ട കമ്പനി കഴിഞ്ഞ 7 മാസമായിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടില്ല, ലൈറ്റ് പിടിപ്പിച്ചിട്ടില്ല. അത്രയും തുക അവർ ലാഭിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം ഇത്ര 7 മാസമായിട്ട് തിരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവർ അടച്ചിട്ട് നാളെ മുതൽ ടോൾ നിർത്തലാക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എപ്പോൾ അവർ 100% പണി പൂർത്തിയാക്കിയോ അപ്പോൾ അവർക്ക് ടോൾ പിരിക്കാം. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയും ദേശീയപാത ചീഫ് എഞ്ചിനീയർ മാത്യുവിനെ ചുമതലപ്പെടുത്തി 100% പണി നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശിവചന്ദ്രനാരായണൻ, എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്? ഈ കമ്പനിക്ക് കരാർ കിട്ടുന്നതും ഇവർക്ക് പണി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ണുത്തി പാതയിലാണെങ്കിൽ പോലും ടോൾ പിരിക്കാൻ അവസരം കിട്ടുകയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണോ? ശക്തനായ ഒരു നേതാവ് അവരുടെ പിന്നിലുണ്ട്. അത് ഞാൻ